ക്ഷമിക്കരി, നിറയെ ജോലി ഉണ്ടായിരുന്നു. എങ്കിൽ ജോലി നോക്കി ഇവിടെ ഇരുന്ന പോരെ, എന്തിനാ വന്നത്? നീ എന്നെ കാത്തിരിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട്. അതില്ല, ചോറുണ്ട്. എനിക്കൊന്നും വേണ്ട, ഏട്ടന് വേണമെങ്കിൽ വിളമ്പി കഴിച്ചോളൂ. ഏയ്, അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഏട്ടനിങ്ങനെ തോന്നിയ പോലെ നടക്കൂ. ഞാൻ അനുജത്തിയല്ലേ, വഴക്ക് പറയാൻ അനുസരിപ്പിക്കാനും എനിക്ക് അധികാരമില്ലല്ലോ. എന്നാര് പറഞ്ഞു? നിനക്കല്ലാതെ വേറെ ആർക്കാ എന്നെ അനുസരിപ്പിക്കാൻ കഴിയാ? എന്നിട്ടാ ഏട്ടനിങ്ങനെ സ്നേഹമില്ലാതെ പെരുമാറുന്നത്? മണി 3 കഴിഞ്ഞു. ഞാനിവിടെ വിശന്നിരിക്കുകയാണെന്നുള്ള വിചാരം ഏട്ടനുണ്ടോ? ഇന്ന് ക്ഷമിക്കും, നാളെ ഞാൻ തീർച്ചയായും നേരത്തേക്ക് വരാം. ഇങ്ങനെ തടിമറിഞ്ഞ് ജീവിച്ചിട്ടേ ഒടുക്ക ഏട്ടന് എന്തെങ്കിലും സംഭവിച്ചാ എനിക്കാ നഷ്ടം. നഷ്ടവും ലാഭവും കണക്കാക്കാൻ ഈ ഒടുക്കളത്തെ വിശപ്പ് സമ്മതിക്കുന്നില്ല മോളെ. നീ പോയി ചോറ് വിളമ്പ്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്ത് ചെയ്താലും ഞാൻ എല്ലാം മറക്കും എന്നുള്ളതുകൊണ്ടാ ഏട്ടൻ ഈ സ്വഭാവം മാറ്റാത്തത്. അപ്പോ നീ ഒന്നും കഴിക്കുന്നില്ലല്ലേ? ഇല്ല. തീർച്ച? ശരി, നിനക്കൊന്നും വേണമെങ്കിൽ പിന്നെ ഞാനെന്തിനാ കഴിക്കുന്നു? ഞാനിനി ഏട്ടനോട് മിണ്ടൂല്ല. ഏട്ടൻ നിർബന്ധിച്ച ഞാൻ ഊണ് കഴിക്കുന്ന ഏട്ടൻ അറിയില്ലേ? പിന്നെ എന്നെ കരയിക്കാനാ? രാത്രി വരട്ടെ. ഏട്ടൻ എന്നെ കരയിപ്പിക്കുന്ന രസമാണല്ലേ? നിനക്ക് കറിയണമെന്ന് വെച്ചാ പിന്നെ ഞാനെന്ത് ചെയ്യാനാ? ചോറുണ്ട്. എന്താ? മോഹനേട്ടന്റെ വീടാണോ കുന്നുംപുറത്തെ? അതെ. മോഹനേട്ടനുണ്ടോ ഇവിടെ? ഉണ്ടല്ലോ. ആരാ? അരുണേ, ആരാ അത്? ഏതോ ഒരു സ്ത്രീ മോഹനേട്ടനെ കാണാൻ വന്നിരിക്കുന്നു. മോഹനേട്ടനെ മാത്രമല്ല, അരുണയെയും. എന്നെയോ? ആരാ? എനിക്ക് മനസ്സിലായി. സെൻസസ് എടുക്കാൻ വന്നിരിക്കല്ലേ? അല്ല, ഓർമ്മ പുതുക്കാൻ. ഇത്രയായിട്ട് എന്നെ മനസ്സിലായില്ലേ? പഴയ ശ്രീദേവിയെ. ദേവിയേച്ചി, നീ വല്ലാതെ വലുതായില്ലോടി. ദേവിയേച്ചിയോ? പണ്ടത്തെ അതേ വലിപ്പം തന്നെയല്ലേ? മോഹനേട്ടൻ എന്താ ഒന്നും മിണ്ടാത്ത? ഇനി എന്നെ തിരിച്ചറിഞ്ഞില്ലേ? അറിഞ്ഞതിന്റെ അമ്പരത്താണല്ലോ മനുഷ്യരെ നിശബ്ദരാക്കുന്നത്. എനിക്കിങ്ങോട്ട് ട്രാൻസ്ഫർ ആയിരിക്കാം, തലേക്കര ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക്. മ്യൂസിക് ടീച്ചറാ. നേരോ? അതെ, ഇവിടെ അടുത്ത് തന്നെയാ താമസം. സൗകര്യത്തിനൊരു വീട് കിട്ടി. അച്ഛനെയും കൊണ്ടുവന്നിട്ടുണ്ട്. വരുന്ന വിവരത്തിന് എനിക്ക് എഴുതാമായിരുന്നില്ലേ? എഴുതാമായിരുന്നു, എഴുതേണ്ടതുമായിരുന്നു. എന്നാൽ മോഹനേട്ടന്റെ മേൽവിലാസം ഞങ്ങൾ അറിയരുതെന്ന വാശിയിലായിരുന്നല്ലോ. ഇവിടെ എത്തിയപ്പോ ശരിയാണോ അല്ലയോ എന്നറിയാത്ത പഴയ അഡ്രസ്സിലൊന്ന് അന്വേഷിച്ചെന്ന് മാത്രം. ദേവിയേച്ചി, ഞങ്ങൾക്ക് മുറ്റം മാത്രമല്ല, ഒരു വീട് സ്വന്തമായിട്ടുണ്ട്. വരൂ. മാഷേ, മാഷേ. ആരാ? അകത്തേക്ക് വരിക. ആരാ? മനസ്സിലായില്ല. മോഹനനാ, കുന്നുംപുറത്ത്. മോഹനോ? മോഹനാ? ഇരിക്കുക, ഇവിടെ തന്നെ ഇരിക്കുക. ശ്രീദേവി വീട്ടിൽ വന്നപ്പോഴാണ് മാഷിന് സുഖമില്ലാതെ കിടക്കുകയാണെന്ന് അറിഞ്ഞത്. മോനാകെ മാറിയിരിക്കണു. കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ടെന്ന് ശ്രീദേവി പറഞ്ഞു. മാഷിന്റെ ഒക്കെ അനുഗ്രഹം കൊണ്ട് എല്ലാം നന്നായി കഴിയുന്നു.
ശ്രീദേവി സ്കൂളിൽ പോയിരിക്കുമല്ലേ? അതെ, അവൾ ഇനി വൈകിട്ടേ വരൂ. പാവം കുട്ടി. എന്നെ കൊണ്ട് അവളുടെ ജീവിതത്തിന് ഒരു സുഖമില്ലാതെയായി. അങ്ങനെയൊക്കെ കരുതാനുണ്ടോ മാഷെ? മാഷെ, എന്ത് വേണമെങ്കിലും ഞങ്ങളോട് ആവശ്യപ്പെടാൻ ഒരിക്കലും മടിക്കരുത്. എത്ര പകരം തന്നാലും തൂക്കുമൊപ്പിക്കാനാവാത്ത വിധം ഞങ്ങൾ മാഷോട് കടപ്പെട്ടവരാണ്. മോൻ എന്നെ കളിയാക്കുകയാണോ? എന്റെ സ്നേഹം പോലും ഔദാര്യമായി നീ കണ്ടിരുന്നുള്ളൂ. ആരുടെ സഹായവുമില്ലാതെ ഭൂമിയോളം വളരാനുള്ള എന്റെ ആവേശത്തിൽ ഞാൻ ഉള്ളുകൊണ്ട് സന്തോഷിച്ചിരുന്നു. എന്നാൽ ട്രാൻസ്ഫറായി പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുമെന്ന് പേടിച്ച് അരുണമോളെയും കുട്ടി നീ ഒളിച്ചോടിയപ്പോഴും പലപ്പോഴും അയച്ചു തന്ന പണം നീ സ്വീകരിക്കാതിരുന്നപ്പോഴും അന്ന് മാഷയെയും ശ്രീദേവിയെയും വേദനിപ്പിച്ച് ആ വാശിയാണ് എന്നെ ഈ നിലയിലെത്തിച്ചത്. ബുദ്ധിയുറയ്ക്കും മുൻപേ എന്നെയും അതിനെയും അനാഥരാക്കി മാറ്റിയ ആ വിധിയോട് തോന്നിയ പക, ആ വീറും വാശിയും ഏത് തടസ്സവും തട്ടിമാറ്റാൻ എനിക്ക് ശക്തി തന്നു. അന്ന് മാഷയ്ക്ക് അതിൽ എന്നോട് വിഷമം തോന്നിയിരിക്കാമെങ്കിലും ഇന്നെന്റെ സ്ഥിതി കാണുമ്പോൾ മാഷ് സന്തോഷിക്കും. ആവശ്യത്തിനുള്ളതെല്ലാം ഞാൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ എനിക്ക് സ്നേഹിക്കാനും ബഹുമാനിക്കാനും എന്റെ മാഷ് തിരിച്ചു വരികയും ചെയ്തിരിക്കുന്നു. അല്ല, അച്ചോട്ട് ഹിന്ദി പാട്ടാണല്ലോ പാടുന്നത്. ഇതൊക്കെ അർത്ഥം അറിഞ്ഞിട്ടാ? മോളെ, അർത്ഥം അറിയാണ്ട് ഈ പാട്ട് പാടെ അച്ഛനത് ഭ്രാന്തുണ്ടോ? വിശ്വാസമാകുന്നില്ലല്ലേ? മോളെ, ഒടുവിൽ ഈ ഹിന്ദി പഠിക്കാൻ വളരെ ഈസിയാണ്. അതിന്റെ ഒരു ഗിയർ ഇങ്ങോട്ട് വീണ് കിട്ടാനുണ്ട്. അത് വീണ് കിട്ടിയാ പിന്നെ പച്ചവളം പോലെ സംസാരിക്കാം. നേരോ? അപ്പൊ മോക്ക് ഹിന്ദി പഠിക്കണല്ലേ? എന്നാൽ അതിന്റെ ഒന്നാം പടം പഠിപ്പിച്ചില്ല. മോളെ, ഇപ്പോ മാതാവ്, പിതാവ്, ഇവർക്കൊക്കെ കുറെ പ്രായമായി കഴിഞ്ഞാല് മാതാജി, പിതാജി, സർദാർജി, ആർക്കേജി, മുക്കർജി, ഫ്രിഡ്ജി, ആജി, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ചിരിക്ക ആ മോണ്ടാക്ക. അയ്യോ അല്ല, അതെ, അച്ചോട്ടൻ ഇപ്പൊ പാടിയ പാട്ടിന്റെ അർത്ഥം എന്താ? അസല് പാട്ടാണിത്. ഹിന്ദിയിലെ വടക്കം പാട്ടാ. കേട്ടാല് കരഞ്ഞു പോകും. നോക്ക് കേക്കണം. ഇപ്പൊ പാടിത്തരാ. കോയി വഹാ, കോയി യഹാ, കോയി കഹാ. അതായത് കോയി വഹ, കോയി വന്നിരുന്നു. കോയി യഹ, കോയി ഇവിടെ ഉണ്ടായിരുന്നു. കോയി കഹ, പിന്നെ കോയി അവിടെ പോയി. അതെ. അല്ല, അച്ചോട്ടൻ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? എല്ലാം വാങ്ങിച്ച്. എന്നുവെച്ചാ ഓർമ്മകളൊക്കെ വാങ്ങിച്ച്. ഈ അച്ചോട്ടനെ കൊണ്ട് ഞാൻ തോറ്റു. ഇതാണ് നമ്മുടെ വീട്. പുതിയ താമസക്കാരാണെന്ന് തോന്നുന്നു. ഏതാ ഇവള്? നല്ല കെട്ടിക്കാഴ്ചുണ്ടല്ലോ. ഏതാ പത്മിനി? ഞാൻ പോയി നോക്കട്ടെ. വേണ്ട, അച്ചോട്ടൻ വർക്ക്ഷോപ്പിൽ പോ. എന്നാ പിന്നെ ഞാൻ വർക്ക്ഷോപ്പിൽ പോവാ. ഏതാ പത്മിനി? അമ്മ വീട് വൃത്തിയാക്കിയിട്ടിരിക്കും. ഓ, മരുമകനോടുള്ളൊരു സ്നേഹം. കൊള്ളാമല്ലോടാ. ഇങ്ങനെ ഒരു വീട് എന്റെ അമ്മാവന്റെ കസ്റ്റഡിയിലുള്ള വിവരം നിനക്ക് അറിഞ്ഞൂടായിരുന്നു? അറിയാമായിരുന്നു. എന്നിട്ട് ഇത്രയും കാലം കണ്ട ലോഡ്ജിൽ നിന്ന് ഇറങ്ങി നടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്റെ രാജു? അത് നിന്റെ വിശ്വാസമില്ലാഞ്ഞിട്ട് തന്നെ. അമ്മാവൻ പൊന്നുപോലെ സൂക്ഷിക്കുന്ന വീടാ. ഇവിടെ നീ എന്തെങ്കിലും വേല ഒപ്പിച്ചാ പിന്നെ ഇന്ദുവിന് വേറെ ആമ്പിളാർക്ക് കെട്ടിച്ചു കൊടുക്കും അല്ലേ? നീ ഇങ്ങനെ സീരിയസ് ആവാതറ. ഇന്ദുവിനെ നീ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവൾക്ക് വേണ്ടി നീ എന്നെ ഉപേക്ഷിച്ചാൽ പോലും ഞാൻ അതിൽ തെറ്റു പറയില്ല. അയൽപ്പക്കത്തൊന്നും കൊള്ളാവുന്ന പാവാടകളൊന്നും കാണുന്നില്ലല്ലോടാ. രഘു, നീ എന്നെ ഓർത്ത് നിന്റെ കളിയൊന്നും മതിയാക്ക്. പഴയ പോലെയല്ല, ചുറ്റും കുടുംബങ്ങളുള്ളതാ. സാറേ, ആ, ഇവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിത്തരാൻ എന്നോട് പറഞ്ഞിരുന്നു. അല്ല, നിന്റെ വീടെവിടെ? ദാ അവിടെ. ഓ, എന്തെങ്കിലും വേണോ സാറേ? ഇവിടെ അടുത്ത് നല്ല പശുവും പാല് കിട്ടും. കിട്ടും. ആ, അങ്ങനെയാണെങ്കിൽ ദിവസം 1 ലിറ്റർ വീതം വേണം. ഇന്ന് വൈകുന്നേരം മുതൽ വേണേ. ആ പിന്നെ ഇവിടെ അടുത്ത് ആരൊക്കെ നമ്മളെ താമസം? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. മോള് പൊയ്ക്കോ.
എന്താടാ? അല്ല, നല്ല കാലാവസ്ഥ, മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. വെറും മഴയാവില്ല, ഇടിയും മിന്നലും കാണും. ചിലപ്പോഴേ ഇടി മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഓ പിന്നെ വാ വാ. ഉം.